നമസ്കാരം, ഞാൻ ബിന്ദു വി മേനോൻ. നിങ്ങൾ വീടുകളിൽ കലഹിക്കുന്ന ദമ്പതികളാണോ? വഴക്കുകളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവും ഒരു ദാമ്പത്യ ബന്ധത്തിലെ, ഒരു കുടുംബത്തില്. അച്ഛനമ്മമാര് തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ കലഹിക്കുന്ന ഒരു അച്ഛനമ്മമാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, കലഹങ്ങളെല്ലാം സ്വാഭാവികമായ ഒരു കുടുംബ ബന്ധത്തിൽ കലഹങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, കൊച്ചു കുട്ടികൾ, നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തില് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ കട്ടിലേക്ക് ഇരിക്കുകയാണ്, കുട്ടിക്ക് വാവിട്ട് കരയും, പേടിച്ചിട്ട്. ഭയങ്കരമായ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഭയം അവരെ ആ സമയത്ത് പിടികൂടുന്നുണ്ട്. അതുകൊണ്ട് അവര് വാവിട്ട് കരയും. പിന്നെ നമ്മൾ ഒന്ന് സന്തോഷിക്കുന്നു, നമ്മളെ വഴക്ക് മാറി അവരുടെ മുമ്പിൽ ഒന്ന് നമ്മൾ ചിലപ്പോൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരെയൊക്കെ പൊട്ടിച്ചിരിക്കും. അത്രയ്ക്കും ട്രാൻസ്പെറന്റ് ആണ് അവരുടെ ഇമോഷൻസ്. വലിയ കുട്ടികളാവുമ്പോൾ അവരിങ്ങനത്തെ റെസ്പോൺസ് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർക്കൊരിക്കലും ഈ ഒരു ഇൻസെക്യൂരിറ്റിയോ ഭയമോ ഉണ്ടാവണില്ല എന്നല്ല അർത്ഥം. ഒറ്റ വ്യത്യാസം, അവരവരുടെ ഇമോഷൻസ് ഒളിപ്പിക്കാൻ പഠിച്ചു എന്നുള്ളത് മാത്രമാണ്. 19 വയസ്സിലും 20 വയസ്സിലും അല്ലെങ്കിൽ 20 വയസ്സിലും മുകളിലും എല്ലാം കുട്ടികളെ എങ്ങനെ അച്ഛനമ്മമാരുടെ വഴക്ക് ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അവർക്ക് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി, അവരെ സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവരുടെ ഷെൽട്ടറാണ്. അത് ഉലയാന്ന് പറയുമ്പോൾ അവരെ ടോട്ടലി അവരെ ഇൻസെക്യൂർ ആക്കി കളയും. ഇത് ഭാവിയിൽ പല രീതിയിൽ അവരെ പെരുമാറ്റ വൈകല്യങ്ങളായിട്ട് അവരുടെ സ്റ്റഡീസിനെ ബാധിക്കും. ഇന്റർപേഴ്സണൽ റിലേഷൻസ്, റിലേറ്റീവ്സിനോട്, കുടുംബത്തിലെ മറ്റംഗങ്ങളോട്, അവരുടെ കൂട്ടുകാരോട്, പിയർ ഗ്രൂപ്പിനോട് എല്ലാം പെരുമാറുന്നതിന് പോലും പെരുമാറ്റ വൈകല്യമായിട്ട് വരെ ഇത് റിഫ്ലക്ട് ചെയ്യും. അവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള എപ്പോഴും നിരന്തരം കലഹമുള്ള ഒരു വീട്ടിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാൽ അവർക്ക് തലവേദന, വയറുവേദന, ഇങ്ങനെയുള്ള തുടർച്ചയായ കുറെ അസുഖങ്ങൾ ഇങ്ങനെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു വഴക്ക് ഒരു കുട്ടിയെ വളരെയധികം ഇൻസെക്യൂർ ആക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്. നമ്മൾ കോംപ്രമൈസ് ആവുമ്പോൾ അത് കുറച്ച് ഹെൽത്തി ആയിട്ട് അവിടെ അത് കുറച്ചൊരു പോസിറ്റീവായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വഴക്കുണ്ട്, പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വഴക്ക് കുട്ടികൾ അറിയും. നമ്മൾ വൈകിട്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു സോറി പറഞ്ഞോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനെ കോംപ്രമൈസ് ആയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും കുട്ടികൾ അത് അറിയുന്നുണ്ടാവില്ല. അവർ കാണുന്നത് വഴക്ക് മാത്രമാണ്. അവരുടെ പ്രസൻസിലായിരിക്കില്ല നമ്മൾ കോംപ്രമൈസ് ആവുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ കിടക്കുന്നത് ഈ വഴക്ക് മാത്രമാണ്. അതൊരിക്കലും ഉണ്ടാവരുത്. കാരണം കോംപ്രമൈസ് ആവണതും അവരറിയണം. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിൽ നിന്ന് അവര് പല കോംപ്രമൈസ്, എങ്ങനെ ഫ്ലെക്സിബിൾ ആവാം, എങ്ങനെ കാര്യങ്ങളെ റിസോൾവ് ചെയ്യാം എന്നുള്ള പാഠങ്ങൾ അവരതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ വന്നാലും എൻ്റെ അച്ഛനും അമ്മയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്കത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു അഷുറൻസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വഴക്കുണ്ടായാലും കുഴപ്പമില്ല, കോംപ്രമൈസ് അവരറിഞ്ഞാൽ മതി. കോംപ്രമൈസ് അവരുടെ മുമ്പിലായിരിക്കണം. പലപ്പോഴും സമൂഹത്തിലെ തലതിരിഞ്ഞ പല വ്യവസ്ഥിതികളിൽപ്പെട്ട ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അച്ഛനമ്മമാര് തമ്മിൽ വഴക്കുണ്ടാവും, അവർ തമ്മിൽ പലതും സംസാരിക്കും, വളരെ മോശമായിട്ടുള്ള രീതിയിൽ പലതും സംസാരിക്കും കുട്ടികളുടെ മുമ്പില്. ഈവൻ അങ്ങേയറ്റം കയ്യേറ്റം വരെ, ഫിസിക്കൽ ഹാം വരെ സംഭവിക്കും. പക്ഷെ ഒരു പ്രശ്നവുമില്ല, ആരും ഇടപെടാറില്ല. കുട്ടികളുടെ മുമ്പിൽ അവർ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അച്ഛനമ്മമാർ എപ്പോഴെങ്കിലും ഒന്നിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം അവർ കാണിക്കുക. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ പറയേ വേണ്ട, ഒന്ന് അടുത്തടുത്തിരിക്കുക, അവരുടെ ഹഗ് ചെയ്യുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. കിസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഒരു അങ്ങോട്ടൊരു സ്നേഹത്തോടെ ഒന്ന് ആശ്ലേഷിച്ച് ഒന്ന് കിസ് ചെയ്യുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ സദാചാര വിരുദ്ധ പ്രശ്നമായിട്ട് മാറുന്നത്. കുടുംബത്തിലെ പലരും അത് ഏറ്റെടുത്ത് എന്ത് മോശമാണ്, കുട്ടികൾ വളർന്നില്ല, ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ വഴക്കാണ് കുട്ടികളിൽ നിന്ന് ഒളിക്കേണ്ടത്. നിങ്ങളുടെ സ്നേഹപ്രകടനം അല്ല കുട്ടികളിൽ നിന്ന് ഒളിക്കേണ്ടത്. നിങ്ങളുടെ സ്നേഹപ്രകടനം സഭ്യമായ ഒരു അളവ് വരെ എത്ര വേണമെങ്കിലും കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാണിക്കേണ്ടതാണ്. അത് അവർ ഒരുപാട് അഷുറൻസ് അവർക്ക് കൊടുക്കും. അതൊരു കുടുംബത്തിലെ ഇമോഷണൽ ബോണ്ടിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വഴക്കാണ് കുട്ടികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടത്, സ്നേഹപ്രകടനമല്ല. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇനി ഈ കുട്ടികൾ ഇങ്ങനെ നിരന്തരമായി വഴക്കുണ്ടാവുന്ന ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടി വലുതായി കഴിഞ്ഞാൽ, ഒരു അഡൽട്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകാം. അത് അഡോളസെന്റിൽ തന്നെ കേട്ടോ, ടീനേജിൽ തന്നെ അങ്ങനെ സംഭവിക്കാം. ഡിപ്രഷനിലേക്ക് പോണവരെ കാണാം. ലോൺലിനെസ് അല്ലെങ്കിൽ അവർക്ക്
ഒരു ഇൻറ്റിമസി കാണിക്കാൻ അവർക്കറിയില്ല. അവരിനി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിമസി കാണിക്കാൻ അവർക്ക് ചിലപ്പോൾ ഒരു ഫെയിലിയർ ആയി വരാം. ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻ കീപ്പ് ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല. പെട്ടെന്ന് സബ്സ്റ്റാൻസ് അബ്യൂസുകൾ, മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള അഡിക്ഷൻസിലേക്ക് വേണമെങ്കിൽ അവർ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ ബിഹേവിയറൽ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പാരന്റ്സ് എന്നുള്ള രീതിയിൽ വഴക്കില്ലാത്ത ഒരു വീടുകളും ഉണ്ടാവില്ല. അത് നാച്ചുറൽ ബന്ധത്തിന്റെ ഭാഗമാണ്, നാച്ചുറൽ ആയിട്ടുള്ള വഴക്ക്. പക്ഷെ ആ വഴക്കുകൾ ഒരു പരിധി വിട്ട് മോശം അവസ്ഥയിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാകുന്ന വഴക്കുകൾ അവരുടെ മുമ്പിൽ തന്നെ കോംപ്രമൈസ് ചെയ്യുക. അവർ കാണണം നിങ്ങൾ വഴക്കെല്ലാം മാറി തിരിച്ച് സ്നേഹത്തിലായി എന്നുള്ള ഒരു അഷ്വറൻസ് അവർക്ക് ഉണ്ടാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇത് അവരുടെ പഠനത്തിനെ മാത്രമല്ല അവരുടെ ബിഹേവിയറിനെയും അവരുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയും വളരെ അധികം പ്രതികൂലമായി ബാധിക്കും.